വെച്ചാൽ പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരും പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരും രണ്ട് കൂട്ടരെ ഒന്നിപ്പിച്ചുകൊണ്ടാണ് ഈ സിനിമ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ബാബുവാണിയും ഈ പടത്തിൽ വന്നത്. പിന്നെ ബാബുവാണിക്ക് വേറെ അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. പുള്ളിക്ക് ഒരു 6 അടി 3 ഇഞ്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഒരു വോളിബോൾ പ്ലെയറാണെന്ന് കണ്ടാൽ തോന്നും. മാത്രമല്ല പുള്ളി പഴയൊരു കളിക്കാരനും കൂടെ ആയിരുന്നു. ഞാൻ ബേസിക്കലി ഒരു വോളിബോൾ കളിക്കാരനൊന്നുമല്ല, ഞാൻ ഒരു ബാഡ്മിൻ്റൺ പ്ലെയറാണ്. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഷട്ടിൽ കളിക്കുന്ന ആളാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ വിചാരിച്ച പോലെ ഞാൻ വിചാരിച്ച പോലെ എളുപ്പമല്ല ഈ കളി. ഇത് ഭയങ്കര പ്രയാസമാണ് ഇത് കളിക്കാനായിട്ട്. കാരണം നമ്മുടെ സർവീസ് എന്നൊക്കെ പറയുന്നത്, സർവീസ് എന്ന് പറയുന്നത് അതിൻ്റെ ടൈമിംഗ് വേണം, ഇല്ലെങ്കിൽ ഇത് നെറ്റിൻ്റെ അപ്പുറത്ത് പോകത്തില്ലേ ഈ ബോൾ. പിന്നെ വലിയ ബോളാണല്ലോ ഇത്. അപ്പം ഞാനൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഇത് സർവീസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് എങ്ങനെയെങ്കിലും അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പവർ കൂടുതൽ കൊടുക്കുമ്പോൾ ഇത് ഔട്ട് പോകും. കോർട്ടിനകത്ത് വീഴത്തില്ല ബോൾ, ഇത് പുറത്ത് പോകും. അങ്ങനെ ഒരാഴ്ച ഞാൻ കോച്ചിങ്ങിന് പോയി ഹർലാൽ സാറിൻ്റെ അടുത്ത്. അദ്ദേഹം ഇന്ത്യൻ വോളിബോളിൻ്റെ കോച്ചാണ് ടീമിൻ്റെ. ഒരാഴ്ച ജിമ്മി ജോർജിൽ ഷൂട്ടിങ്ങിന് മുമ്പായിട്ട് പോയി പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഒരു പരുവത്തിനെങ്കിലും കളിക്കാൻ പറ്റിയത്. പക്ഷേ നമ്മുടെ കൂടെ കളിച്ച പത്മരാജനൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തത് ചെറുപ്പം കൊണ്ടായിരിക്കും ചിലപ്പോൾ. എനിക്കൊന്ന് മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് വോളിബോളിനെ ബേസ് ചെയ്തിട്ടൊരു കഥ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു താല്പര്യമുണ്ട്. പിന്നെ പുതിയ തലമുറയും പഴയ തലമുറയും എല്ലാവരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. പിന്നെ ട്രിവാൻഡ്രത്താണ് ഷൂട്ടിങ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഉത്സവമായിരുന്നു പടത്തിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കഥയുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് വോളിബോളാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് പടത്തിനകത്ത്. പക്ഷേ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ജയിലിലുള്ള അന്തേവാസികളായിട്ടുള്ള 6 പേര് പുറത്ത് പോയി വോളിബോൾ കളിക്കുന്നതാണ് ഇതിൻ്റെ ഒരു കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ലാലു എന്ന് പറയുന്നത് എൻ്റെ കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് എങ്ങനെയെങ്കിലും പുറത്ത് പോകണം, അല്ല വോളിബോൾ കളിക്കുക എന്നുള്ളതൊന്നുമല്ല. എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്ത് പോയി കുറച്ച് ദിവസം കറങ്ങി നടക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ടീമിൽ ഞാനുണ്ടോ ചോദിച്ച് കോച്ചിൻ്റെ പുറകെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ നന്നായിട്ട് കളിക്കുന്നവരെ മാത്രമേ പുറത്ത് കൊണ്ടുപോവുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പം ലാലു എന്ന് പറയുന്ന കഥാപാത്രം ആത്മാർത്ഥമായിട്ട് കളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ടീമിൽ വരുന്നത്. ലാലു ജയിലിൽ കിടക്കുന്നത് ഒരു ചിട്ടി കമ്പനി നടത്തിയിട്ട് കുറേ ആൾക്കാരെ പറ്റിച്ച് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ വരുന്നതാണ്. ലാലു ശരിക്കും മനഃപൂർവ്വം ആരെയും പറ്റിച്ചതൊന്നുമല്ല. ലാലുവിന് ഈ കണക്കും എഴുത്തും വായനയൊന്നും അറിയാത്ത ഒരാളാണ്. അപ്പോൾ ഈ കാശൊക്കെ എങ്ങോട്ടൊക്കെ പോയി. ഇപ്പം പലർക്കും കൊടുക്കാൻ പറ്റാതായി, അല്ലെങ്കിൽ പിന്നെ കിട്ടാനുള്ള പണം കിട്ടാത്തതുകൊണ്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ജയിലിൽ വരുന്ന ഒരാളായിട്ടാണ് ലാലുവിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത്. പക്ഷേ ലാലുവിനെ മൊത്തത്തിൽ സിനിമയിൽ കാണുമ്പോഴത്തേക്കും ജയിലിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളാണ് തോന്നുന്നില്ല. കാരണം എപ്പോഴും സന്തോഷമാണ് പുള്ളിക്ക്. അതായത് പുറത്ത് ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അകത്ത് കിടക്കുന്നത് എന്നുള്ളൊരു പ്രതീതിയാണ്. അല്ല, തിരുവനന്തപുരത്ത് ഇപ്പോൾ പൊതുവേ ഷൂട്ടിംഗ് കുറവാണ്. കൊച്ചിയിലാണ് ഇപ്പോൾ കംപ്ലീറ്റ് ഷൂട്ടിംഗ് നടക്കുന്നത് കൊച്ചിയിലാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ സെറ്റ് ഇടാനും അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ കുറച്ച് കൂടുതൽ ഇവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം കൂടുതൽ ഷൂട്ടിംഗ്. ഇപ്പം പണ്ട് തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കൊച്ചിയിലോട്ട് പറിച്ച് നടപ്പെട്ടിരിക്കുകയാണ്. അത് മാറി ചിലപ്പോൾ ഇനി തൊടുപുഴയിലേക്ക് പോകും. ഇപ്പോൾ പണ്ട് കോഴിക്കോടായിരുന്നു ഒരു സമയത്ത്, ഒരു കാലത്ത് കോഴിക്കോട് ഒരുപാട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ഷൂട്ടിംഗ് തീരെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ സിനിമയ്ക്കുണ്ടാകുന്ന ഓരോരോ മാറ്റങ്ങളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മലയാള സിനിമയിലും പുതിയ ന്യൂ ജനറേഷൻ സിനിമകളില്ലേ, അപ്പോൾ അതിന് അനുയോജ്യമായ കഥയ്ക്ക് അനുയോജ്യമായ ലൊക്കേഷൻ കൂടുതലും ചിലപ്പോൾ കൊച്ചിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും സംവിധായകർ ചിലപ്പം കൊച്ചിയെ തിരഞ്ഞെടുക്കുന്നത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് ഈ 6 പേരും കോച്ചുമാണ് മെയിൻ താരങ്ങളെന്ന് പറയുന്നത്. പടത്തിലെല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഈ 6 പേരും കോച്ചുമുണ്ട്. അല്ല, ഇതിനകത്തൊരു ഒരു ഹീറോയിസം ഒന്നൊന്നും പറയാൻ ആർക്കുമില്ല. എല്ലാവർക്കും ഒരുപോലത്തെ റോളേ ഉള്ളൂ. പിന്നെ മഞ്ജുവാണ് കോച്ചായതുകൊണ്ട് കുറച്ചുകൂടെ പ്രോമിനൻ്റ് റോള് മഞ്ജുവിനാണെന്നുള്ളതാണ്.